Welcome to plus 2 mathematics classes. Chapter 6 Application of Derivatives. ചാപ്റ്ററിലെ നെക്സ്റ്റ് സെക്ഷൻ മാക്സിമ ആൻഡ് മിനിമ. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമ ആൻഡ് മിനിമ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. ഒരു ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് മാക്സിമ എന്നും ആ വാല്യൂവിനെ മാക്സിമം വാല്യൂ എന്നും പറയുന്നുണ്ട്. നമുക്കതൊന്ന് ഗ്രാഫിക്കലായിട്ടൊന്ന് നോക്കാം. ഇത് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ആക്സിസിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്കാണ് ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതുപോലെ ഇത് ഒരു ബി എന്ന് പറയുന്ന പോയിന്റും ആണെങ്കിൽ എ ബി എന്ന ഒരു ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം അല്ലെ. എ ബി എന്ന ഓപ്പൺ ഇന്റർവെൽ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷന്റെ പേര് y is equal to f of x. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണിത്. അതായത് എഫിന്റെ വാല്യൂ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എല്ലാം y ആക്സിസ് വരും. എക്സിന് നമ്മൾ ഇവിടെ നിന്നാണ് എ ബിക്ക് അകത്തു നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം y is equal to fx എന്ന ഒരു ഗ്രാഫിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോർഷൻ ആണ് ഇത്. കാണുമ്പോഴേ നമുക്കറിയാം ഏറ്റവും മാക്സിമം വാല്യൂ ഇതാണ്. അപ്പൊ അത് ഏത് പോയിന്റിലാണ്, ഏത് എക്സ് ഡൊമൈനിലെ, അതായത് എ ബി എന്ന ഇന്റർവെല്ലിലെ ഏത് പോയിന്റിലാണ് ആ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് മാക്സിമ. ഓക്കെ, പോയിന്റ് ഓഫ് സി എന്ന പോയിന്റ് ആണെങ്കിൽ ആ സിയെ വിളിക്കുന്ന പേര് പോയിന്റ് ഓഫ് മാക്സിമ എന്നും, ആ വാല്യൂവിനെ, അതായത് അത് y ആക്സിസിൽ ഉണ്ടാവും അല്ലെ. y ആക്സിസ് കുറച്ചും കൂടി നീട്ടി വരയ്ക്കാം. y ആക്സിസിൽ ഉണ്ടാകും. ആ y ആക്സിസിലെ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സിമം വാല്യൂ എന്നത്. മാക്സിമം വാല്യൂ അത് എഫ് സി ആയിരിക്കും അല്ലെ. എഫ് ഓഫ് സി ആയിരിക്കും. സി എന്ന പോയിന്റിലെ വാല്യൂ അല്ലെ എഫ് സി ആണ് മാക്സിമം വാല്യൂ. അപ്പൊ സി എ പോയിന്റ് ഓഫ് മാക്സിമ എന്നും എഫ് സി എ മാക്സിമം വാല്യൂ എന്ന് വിളിക്കും. അതുപോലെ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലിമെന്റ് ഓഫ് എ ബി. അപ്പൊ എ ബി എന്ന ഇന്റർവെല്ലിലെ എല്ലാ എക്സുകൾ എടുത്താലും, ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എഫ് സി ആയിരിക്കും വലുത്. അങ്ങനല്ലേ എന്റെ മീനിങ്. മാക്സിമം വാല്യൂ എഫ് സി എന്നുള്ളത് എഫ് സി ഗ്രേറ്റർ ദാൻ എഫ് എക്സ് ഫോർ ഓൾ എക്സ് എലിമെന്റ് ഓഫ് എ ബി. ഇതേപോലെ നമുക്ക് മിനിമയും പറയാം. അതായത് ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെ തിരിഞ്ഞു വരും. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ y is equal to gx എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് നമ്മൾ എ ബി എന്ന ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ മിനിമം വാല്യൂ, അതായത് ഏറ്റവും ചെറിയ വാല്യൂ ഇതായിരിക്കും, ഇവിടെ ആയിരിക്കും. ആ പോയിന്റ് അത് അറ്റൈൻ ചെയ്യുന്നത് സി എന്ന പോയിന്റിലാണെങ്കിൽ ആ സിയെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് മിനിമ. പോയിന്റ് ഓഫ് മിനിമ എന്നും ആ വാല്യൂവിനെ, ആ വാല്യൂ നമ്മൾ y ആക്സിസിൽ ഉണ്ടാകും. ആ ജി ഓഫ് സി എന്ന വാല്യൂ ആയിരിക്കും അത്. ആ വാല്യൂവിനെ വിളിക്കുന്നത് മിനിമം വാല്യൂ എന്നുമായിരിക്കും. മിനിമം വാല്യൂ. ഓക്കെ, അപ്പം ആ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പറയാം, എ ബി എന്ന ഇന്റർവെല്ലിലെ എല്ലാ എക്സുകൾക്കും ജി ഓഫ് സി എന്തായിരിക്കും, ലെസ് ദാൻ ആയിരിക്കും. ജി ഓഫ് സി ലെസ് ദാൻ ജി എക്സ് ഫോർ ഓൾ എക്സ് എലിമെന്റ് ഓഫ് എ ബി. ജി ഓഫ് സി ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാക്സിമം മിനിമയുടെ കൺസെപ്റ്റ്. വളരെ എളുപ്പമാണ്. അത് പുതിയതായിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല. ആ ഒരു പേര് മാത്രം, പോയിന്റ് ഓഫ് മിനിമ, മിനിമം വാല്യൂ, പോയിന്റ് ഓഫ് മാക്സിമ, മാക്സിമം വാല്യൂ. ഇനി ഈ ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്ന് നോക്കാം. ഇപ്പൊ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം പറയുന്നതിന് മുൻപ് നമുക്കിത് സൈൻ എക്സിന്റെ ഗ്രാഫാണ് എല്ലാവർക്കും. ഈ ഗ്രാഫ് കാണുമ്പോഴേ അറിയാം സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ള ഒരു വലിയ ഇന്റർവെല്ലിലാണ് അല്ലെ, വലിയ ഒരു ഡൊമൈനിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം ഒരുപാട് സ്ഥലത്ത് ഇവിടെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാം സൈനിന്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിൽ നിൽക്കും. അപ്പൊ സൈൻ എക്സിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. അപ്പൊ മാക്സിമം വാല്യൂ ആയ 1 അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ഓഫ് മാക്സിമ ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. π/2, 5π/2 അങ്ങനെ അങ്ങ് പോകും. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്ത് പറയാവുന്ന റിമാർക്സ് ആയിട്ട് എഴുതാൻ പറ്റിയ കാര്യം, എ ഫംഗ്ഷൻ ക്യാൻ ഹാവ് മോർ ദാൻ 1 മാക്സിമ ഓർ മോർ ദാൻ 1 മിനിമ. അപ്പൊ മിനിമയും മാക്സിമയും നമുക്ക് ഒരുപാട്, ഒന്നിൽ കൂടുതൽ ചില ഫംഗ്ഷൻസിന് ഉണ്ടാകും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനകത്താണ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ലോക്കലായിട്ട് നമ്മളൊരു ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രാഫിനെ, അതായത് ഈ സൈനെക്സിന്റെ ഗ്രാഫ് തന്നെ എടുത്താൽ ഇതിന്റെ ഒരു പോർഷൻ മുറിച്ചിങ്ങെടുക്കുന്നു, ലോക്കലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു ഒരു കുറച്ച് ഭാഗം മാത്രം. അപ്പൊ ആ ഭാഗത്ത് എന്താണ് മിനിമം വാല്യൂ, എന്താണ് മാക്സിമം വാല്യൂ, അതിനെയൊക്കെയാണ് വിളിക്കുന്നത് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ.
ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു പോയിന്റ് നമുക്ക് C1 ആയിട്ട് എടുക്കാം. അതുപോലെ ഈ മിനിമം വരുന്ന പോയിന്റ് C2 ആയിട്ടും, ഇത് C3, ഇത് C4, ഇത് C5. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് എടുത്തു പോകുമ്പോൾ ഇതിനകത്തൊക്കെ കാണുമ്പോൾ അറിയാം C1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതാണ്. അപ്പൊ പക്ഷേ മാക്സിമം നമ്മൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി മാക്സിമം ആണ്. ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ എടുക്കുമ്പോൾ മാക്സിമം വാല്യൂ ഇതാണെന്ന് പറയും അല്ലെ. അപ്പം ഇതിനെ ഒരു മാക്സിമം വാല്യൂ ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വാല്യൂസ് മാക്സിമം ആണ് ഇതിനെയും കാട്ടി. C3യും കാട്ടി പോയിന്റ് ഓഫ് മാക്സിമം എന്ന അതിനെ C3 വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ പറയുന്നത്. അതായത് എച്ച് എന്ന് പറയുന്ന വെരി 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 സ്മോൾ ക്വാണ്ടിറ്റി, പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുക്കുന്നു, എച്ച് ഗ്രേറ്റർ ദാൻ 0. ആ ഒരു C1 അപ്പുറവും ഇപ്പുറവും നമ്മളൊരു എച്ചിനെ വെച്ച് ഡിഫൈൻ ചെയ്യുന്നു, ഒരു ഇന്റർവൽ ഡിഫൈൻ ചെയ്യുന്നു. അതായത് C1 മൈനസ് എച്ച്, C1 പ്ലസ് എച്ച് എന്നൊരു ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുന്നു. അതായത് ഇതൊരു കുറച്ച് റിച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് C1 മൈനസ് എച്ച്, ഈ പോയിന്റ് ആണ് C1 പ്ലസ് എച്ച്. ആ ഒരു ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ മാക്സിമം വാല്യൂ ആണ് ലോക്കൽ മാക്സിമ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിന് തൊട്ട് ഗ്രാഫ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതിന് തൊട്ട് മാറി മാക്സിമം വാല്യൂ അതിനേക്കാൾ വലിയ വാല്യൂ ഉണ്ട്. എന്നിരുന്നാലും ലോക്കൽ മാക്സിമ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളൊരു C1 എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തതെങ്കിൽ അതിന്റെ ലോക്കലായിട്ട് വരുന്ന ഏരിയയിലെ മാക്സിമം വാല്യൂ. ഓക്കെ, അതിനെയാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമ ആൻഡ് മിനിമയിലേക്ക് നേരത്തെ വരച്ച ഗ്രാഫുകളുടെ വരച്ചതുപോലെ ഇവിടെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന ഹെഡിങ് എഴുതി ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഫോർ എനി എച്ച് ഗ്രേറ്റർ ദാൻ 0, ഫോർ എനി പോസിറ്റീവ് എച്ച് ഗ്രേറ്റർ ദാൻ 0, എച്ച് ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, C1 മൈനസ് എച്ച്, C1 പ്ലസ് എച്ച് എന്ന ഇന്റർവൽ ആൻഡ് ദിസ് ഇന്റർവൽ f of C1 greater than f of x for all x element of this interval C1 minus h, C1 plus h. ഇത് എവിടെയെങ്കിലും ഒരിടത്ത് എഴുതിയാൽ മതി, ഇത് ഇവിടെ എഴുതണ്ട. ആൻഡ് f of C1 greater than f of x for all x element of C1 minus h, C1 plus h. Then C1 is called point of local maximum. Local maximum. And f of C1 is called local maximum value. f of C1 is called local maximum value. ഇതേപോലെ നമുക്ക് ലോക്കൽ മിനിമയുടെ കേസും എഴുതാം. C2 എടുത്താൽ മതി അവിടെ. For any h greater than 0 and f of C2 less than f of x1. അങ്ങനെ വേണം എഴുതാൻ. f of C2 less than f of x for all x element of C2 minus h, C2 plus h. Then C2 is called point of local minima and f of C2 is called local minimum value. അപ്പോൾ ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഏരിയയിലെ ചെറിയൊരു ഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അവിടുത്തെ മാക്സിമം മിനിമവും പറയുന്ന രീതിയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. അടുത്ത നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതായത് മാക്സിമം മിനിമം പോയിന്റും അതിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണിത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. fx is equal to x cube minus 3x plus 3 ആണെങ്കിൽ find all the points of local maxima and local minima of the function. അപ്പം ഈ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടുപിടിക്കാം. എല്ലാ ലോക്കൽ മാക്സിമയും കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് മാക്സിമയും കണ്ടുപിടിക്കാം അല്ലെ, അതായത് പോയിന്റ് ഓഫ് മാക്സിമയും കണ്ടുപിടിക്കാം. അപ്പം ഒന്നിൽ കൂടുതൽ പോയിന്റ് ഓഫ് മാക്സിമം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ കണ്ടിരുന്നു ഫംഗ്ഷൻ വെച്ചുകൊണ്ട്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യും, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ അല്ലെങ്കിൽ മാക്സിമ മിനിമ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് f' x അങ്ങ് 0 ആവണം, 0 ആക്കണം. f' നെ ഇക്വേറ്റിംഗ് ടു 0. f' കാണാൻ അറിയാം അല്ലെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് എന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്.
അപ്പം ഈ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം അതിനെ ഇക്വേറ്റിംഗ് ടു 0 ആക്കണം. അപ്പം ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കൺസെപ്റ്റിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പുട്ടിംഗ് f dash x is equal to 0. അങ്ങനെ കിട്ടുന്ന കുറച്ച് എക്സിന്റെ വാല്യൂസ് ഉണ്ട്. f dash x നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും അല്ലെ. ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റിംഗ് ടു 0 ആകുമ്പോൾ എക്സിന് നമുക്ക് വാല്യൂസ് എടുക്കാൻ പറ്റും, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ എക്സിന്റെ വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം പോയിന്റ്സ്. അങ്ങനെ എക്സ്ട്രീം പോയിന്റ്സിനെ കണ്ടെത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, എക്സ്ട്രീം പോയിന്റ്സ്. അപ്പൊ ഇതിനകത്തെ എക്സ്ട്രീം പോയിന്റുകളൊക്കെ നോക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ സ്റ്റെപ്പ് 1ലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 1ൽ ചെയ്യുന്നത് നമ്മൾ ആൻസർ എഴുതുമ്പം സാധാരണ എഴുതുമ്പം 1 ഉം 2 ഒന്നും എഴുതണ്ട, നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബൈ ഹാർട്ട് ആവാനും വേണ്ടിയിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു, f dash x കണ്ടുപിടിച്ചിട്ട് അതിനെ 0 ആക്കി ഇക്വേറ്റ് ചെയ്യുക. വിച്ച് ഇംപ്ലൈസ് f dash x എന്താണ് ഇവിടെ 3x² - 3 is equal to 0. which implies 3x² is equal to 3, x² is equal to 1, x is equal to plus or minus 1. അപ്പോൾ നമ്മുടെ എക്സ്ട്രീം പോയിന്റ്സ് കിട്ടി. എക്സ്ട്രീം പോയിന്റ്സ് എന്തൊക്കെയാട്ടാ കിട്ടിയത്? x is equal to 1 ഉം x is equal to minus 1 ഉം. ഓക്കെ, അപ്പം ഈ x is equal to plus 1 and x is equal to minus 1 are extreme points. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, എക്സ്ട്രീം പോയിന്റ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടുപിടിച്ച എക്സ്ട്രീം പോയിന്റ്സിനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷനിൽ ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഇവിടെയും നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. അതായത് അലോക്കേറ്റ് എക്സ്ട്രീം പോയിന്റ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ അതിനെ മാർക്ക് ചെയ്തിട്ട് എന്തുണ്ടാക്കി എടുക്കണം, ഒരു കുറച്ച് ഇന്റർവെൽ നമുക്ക് കിട്ടും അല്ലെ. ആൻഡ് മേക്ക് ഇന്റർവെൽസ് ഫോം ചെയ്ത് എടുക്കുക. അതായത് എക്സ് മേ ബി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 1 ഉം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 നമ്മൾ മാർക്ക് ചെയ്യുക. -1 ഇവിടെ വരും, +1 ഇവിടെ വരും. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റർവെൽ കിട്ടും. ഇന്റർവെൽ എവിടെ തൊട്ട് ഏതൊക്കെ ഇന്റർവെല്ലാണ് കിട്ടുന്നത്? -∞ to 1 and -1 അല്ലെ, 1 അല്ല -1. -∞ to -1 എന്ന ഒരു ഇന്റർവെൽ, -1 to +1 എന്ന ഒരു ഇന്റർവെൽ, അതുപോലെ 1 to ∞ എന്നുള്ള ഇന്റർവെൽ. 3 ഇന്റർവെൽ നമുക്ക് കിട്ടി ഈ എക്സ്ട്രീം പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ചെയ്യുന്നത് to find the sign of f dash x in the intervals. To find the sign, എന്ത് സിമ്പിൾ ആണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, സൈൻ ഓഫ് f dash x ആണ്. f dash x ന്റെ ഇന്റർവെൽസ്, f dash x ന്റെ സൈൻ കണ്ടുപിടിക്കുക in the interval. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷനിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ടു ഫൈൻഡ് ദ സൈൻ ഓഫ് f dash x ഇൻ ദ ഇന്റർവെൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് ഒരു f dash x ന്റെ സൈൻ ഒന്ന് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം, ഒരു -2 എന്ന പോയിന്റ് കൊടുക്കാം. -2 എന്ന പോയിന്റ് എടുത്ത് ഇത് f dash x താഴെപ്പോണ്ട് 3x² - 3 ആണ് f dash x. അപ്പോൾ അതിനകത്ത് -2 കൊടുക്കുമ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് വാല്യൂ, -3 വിച്ച് ഇസ് ഓൾവേസ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഈ ഒരു ഇന്റർവെല്ലിൽ, ഇത് പോസിറ്റീവ് വാല്യൂ. അതുപോലെ -1 1 എന്നുള്ള ഇന്റർവെൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് 0 എന്ന പോയിന്റ് ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിൽ നെഗറ്റീവ് സൈൻ ആണ്. അതുപോലെ അടുത്ത ഇന്റർവെൽ 1 to ∞, അതായത് 2 എടുത്ത് കൊടുക്കാം. 2 കൊടുക്കുമ്പോഴും അതിവിടെയും പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് സൈൻ കിട്ടിയത്, പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ സ്റ്റെപ്പ് 4 ആയിട്ട് എഴുതേണ്ടത്, ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. നമ്മളിവിടെ ഇന്റർവെൽ നോക്കുമ്പോൾ പ്ലസ് സൈനിൽ നിന്നും നെഗറ്റീവ് സൈനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, -1 എന്ന് പറയുന്ന ഒരു ബോർഡർ വന്നപ്പോൾ, ഒരു ബ്രേക്ക് വന്നപ്പോൾ പ്ലസ് മൈനസ് ആയെങ്കിൽ ആ ബ്രേക്ക്, അതായത് നമ്മൾ അതിന്റെ പേര് എക്സ്ട്രീം പോയിന്റ്,
ആ ഒരു എക്സ്ട്രീം പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് മാക്സിമ. എക്സ്ട്രീം പോയിന്റ് നമുക്ക് ഇ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ E1 എന്ന് കൊടുക്കാം. ഇസ് കോൾഡ് പോയിന്റ് ഓഫ് മാക്സിമ. അപ്പൊ ശ്രദ്ധിക്കുക, പ്ലസിൽ നിന്ന് മൈനസിലേക്ക് പോകുമ്പോഴാണ് പോയിന്റ് ഓഫ് മാക്സിമ വരുന്നത്. അപ്പൊ E1 -1നെ നമുക്ക് എന്ത് വിളിക്കാം? പോയിന്റ് ഓഫ് മാക്സിമ എന്ന് പറയാം. മാക്സിമം പോയിന്റ് ആണ്. അപ്പൊ മാക്സിമം വാല്യൂ ഏതായിരിക്കും? അത് നോക്കാം. -1 ഇസ് കോൾഡ് പോയിന്റ് ഓഫ് മാക്സിമ. നമുക്ക് മാക്സിമം വാല്യൂ അറിയണം അല്ലെ? മാക്സിമം വാല്യൂ സി പോയിന്റ് ഓഫ് മാക്സിമ ആണെങ്കിൽ മാക്സിമം വാല്യൂ എന്താണ്? എഫ് ഓഫ് സി ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് -1 ആണ്. ഫംഗ്ഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² - 3x + 3 ആയിരുന്നു. അവിടെ -1 കൊടുക്കുമ്പോൾ -1 + 3 + 3, അതായത് 5 എന്ന് വരും അല്ലെ? 6 + 6 - 1. f of -1 is equal to 5. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5ഉം -1 is called point of maxima ആണ്. അതുപോലെ നെഗറ്റീവ് സൈനിൽ നിന്നും പോസിറ്റീവ് സൈനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഇന്റർവെൽ, അതായത് E2 എന്ന് പറയുന്ന ഇന്റർവെൽ, അത് അടുത്ത എക്സ്ട്രീം പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് മിനിമ. ഓക്കെ, പോയിന്റ് ഓഫ് മിനിമ എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ ഇവിടെ പോയിന്റ് ഓഫ് മിനിമ വരുന്ന എവിടുന്ന? -2 -2 പോസിറ്റീവ്. +1 എന്ന പോയിന്റ് ആണ് എന്ത് വിളിക്കുന്നത്? +1 is called point of minima. That is minimum value. Minimum value എന്തായിരിക്കും? Minimum value is f of 1 is equal to f of 1 is equal to 1³ - 3 + 3, that is 1 is the answer. Minimum value എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്ട്രീം പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാൻ. ഇനിയിപ്പം ഈ പ്ലസിൽ നിന്ന് പ്ലസിലേക്കാണ്, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്റർവെല്ലോട്ട് പോകുമ്പോൾ അവിടെ മാക്സിമവും ഇല്ല മിനിമവും ഇല്ല. അവിടുത്തെ വിളിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ആ സ്റ്റെപ്പിലേക്ക് എഴുതണം. If no change in the sign, സൈനിൽ നോ ചേഞ്ച് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്, പോസിറ്റീവ് നിന്ന് പോസിറ്റീവ് ആണ് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഇസ് കോൾഡ്, E1 E2 E3 എന്തെങ്കിലും, ഇസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഇല്ല. പ്ലസിൽ നിന്ന് നെഗറ്റീവ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്, അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതാണ് ബാക്കി ഇത്രയും നമ്മൾ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷനിൽ ചെയ്ത കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ f' x is equal to 0. എക്സിനെ എക്സ്ട്രീം പോയിന്റ്സ് ആക്കി എടുക്കുന്നു. ആ എക്സ്ട്രീം പോയിന്റ്സ് വെച്ചിട്ട് നമ്പർ ലൈനിൽ ഡിവൈഡ് ചെയ്ത് ഇന്റർവെൽസ് ആക്കുന്നു. ഇന്റർവെൽസിൽ f'(x)ന്റെ സിമ്പൽ നോക്കുന്നു. പ്ലസിൽ നിന്ന് മൈനസ് ആണെങ്കിൽ ആ പോയിന്റിനെ പോയിന്റ് ഓഫ് മാക്സിമ എന്നും, മൈനസിൽ നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിനെ പോയിന്റ് ഓഫ് മിനിമ എന്നും പറയുന്നു. ആ പോയിന്റ് വെച്ചുകൊണ്ട് ഫംഗ്ഷന്റെ വാല്യൂ കൊടുക്കുന്നു. ഫംഗ്ഷനകത്ത് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ പുട്ടിങ് f'(x) is equal to 0 എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? f'(x) എന്താ? ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് എന്താ? ഒരു പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അല്ലെ? ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ്, ആ സ്ലോപ്പ് 0 ആകുന്നു എന്ന് പറഞ്ഞാൽ ആ ടാൻജന്റ് സ്ലോപ്പ് 0. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ പാരലൽ ടു എക്സ് ആക്സിസ് ആവുകയാണ്. നമ്മുടെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷനിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഈ ഒരു പോയിന്റിൽ നമുക്കൊരു സ്ലോപ്പ് വരയ്ക്കുമ്പോൾ അത് 0 ആണ്. മാക്സിമം പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. f'(x) 0 ആണ്. നമ്മൾ f'(x) 0 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂസ് എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ പോയിന്റ് ഓഫ് മാക്സിമ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മിനിമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോഴാണ് മാക്സിമം പോയിന്റ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെയൊക്കെ ഉള്ള ഒരു പോയിന്റിനകത്ത് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അതുപോലെ ഇവിടുത്തെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ വരാം അല്ലേ? ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ 0 എന്ന പോയിന്റ്, ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് 0. ഈ ഒരു ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ? ഇങ്ങനെ ചെയ്യുന്ന ടാൻ വാല്യൂ ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകും തീറ്റ. ആ ടാൻ തീറ്റ ഒക്കെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് അറിയാം. അപ്പം ടാൻ വാല്യൂ പോസിറ്റീവ് ആകണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും.
ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു സൈഡിലോട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിലേക്ക് വരണം സ്ലോപ്പ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് ടാൻ വാല്യൂ എടുക്കുമ്പോൾ 90ൽ കൂടുതലാവും, അത് നെഗറ്റീവ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് വരുമ്പോൾ മാക്സിമ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മിനിമ വരുമ്പോഴും ഇവിടെ എന്താണ്, ഇവിടെയും ടാൻജന്റ് f'(x) 0 ആണ്. അതായത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ടാൻജന്റ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ലോപ്പ് അത് നെഗറ്റീവ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ലോപ്പ്, ഇങ്ങനെ ഇരിക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് അത് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്, മിനിമ ആണ്. പോയിന്റ് ഓഫ് മിനിമ ആണ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഒരിക്കലും ഈ സ്റ്റെപ്പ് മറക്കില്ല. അപ്പം f'(x) 0 ആക്കി പുട്ട് ചെയ്തുകൊണ്ട്, അതായത് സ്ലോപ്പ് 0 ആക്കി പുട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ പോയിന്റ് ഓഫ് എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പോയിന്റ് ഓഫ് മാക്സിമ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. Exercise 6.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഗിവൻ ബൈ f(x) = 2x - 1 the whole square plus 3. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഉപയോഗിച്ച് ചെയ്യാം. അത് പരാജയപ്പെടുന്ന കേസല്ല, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പോയിന്റ് ഓഫ് മാക്സിമം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മിനിമം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതായത് -2 മൈനസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ +2 പ്ലസ് ആണ് വരുന്നത്, അങ്ങനെയൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ നമുക്കത് അടുത്ത ടെസ്റ്റുകളിലേക്ക് പോകാം. അതും കൂടി പഠിക്കാനുണ്ട്. എന്തായാലും ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് f'(x) = 0 ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് f'(x) = 0. f'(x) എന്തായിരിക്കും, 2x - 1 the whole square plus 3 ആണ്. അപ്പം f'(x) എന്ന് പറയുന്നത് 2 × 2x - 1. ഇനി ആ 2x - 1ന്റെ ഡെറിവേറ്റീവ് that is 2 അല്ലെ. ഇത്രയും ഭാഗത്തിന് നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്തു. x² ആണ്, x²ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. എന്നതുപോലെ 2 × 2x - 1 ഇൻറ്റു ഈ 2x - 1ന്റെ ഡെറിവേറ്റീവ് ആയ 2 പ്ലസ് 0. അപ്പൊ f'(x) നമുക്ക് കിട്ടിയത് 4 × 2x - 1 ആണ്. അതിനെ ഇക്വേറ്റിംഗ് ടു 0 ആക്കുന്നു, which implies 2x - 1 = 0. എക്സിന്റെ വാല്യൂ വരുന്നത് 1/2 ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കണ്ടാ മതി. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നുള്ളത്. അപ്പൊ x = 1/2 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം പോയിന്റ്. ആ എക്സ്ട്രീം പോയിന്റ് വെച്ച് നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇന്റർവെൽ ഫോം ചെയ്യുന്നു. 1/2 അല്ലെ, ഒറ്റ പോയിന്റേ ഉള്ളൂ. അപ്പൊ ഒരു 2 ഇന്റർവെൽ ആണ് നമുക്ക് കിട്ടിയത്. ഏതൊക്കെയാണ് ആ ഇന്റർവെൽ? -∞, 1/2, 1/2 ഇൻഫിനിറ്റി. അതൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിന്റെ സൈൻ നോക്കുക. ഏതിന്റെ സൈനാണ് നോക്കേണ്ടത്? f'(x)ന്റെ സൈൻ. f'(x)ന്റെ വാല്യൂ ഇവിടെ കിടക്കുന്നതാണ് 4 × 2x - 1. ഈ 4നെ കളയാൻ പാടില്ല. f'(x) എന്ത് വന്നാലും അതിനെ കളയാൻ പാടില്ല. നമ്മൾ 0 ആയപ്പോഴാണ് 4നെ കളഞ്ഞത്. f'(x) = 4 × 2x - 1. അതിനകത്ത് ഒരു വാല്യൂ എടുക്കുക, ഏതെങ്കിലും ഒരു വാല്യൂ. 0 എടുക്കാമല്ലോ, 0 ഇപ്പുറത്തല്ലേ ഉള്ളത്. 1/2ന്റെ ലെഫ്റ്റ് സൈഡിലാണ് 0. അപ്പൊ 0 നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും 4 × -1 വരും, നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് ചെക്ക് ചെയ്താൽ മതി. നെഗറ്റീവ് സൈൻ കിട്ടി. ഇവിടത്തെ വാല്യൂസോ, ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, 1 ഇട്ട് കൊടുത്തു നോക്കാം. 1 ഇട്ട് കൊടുത്തു നോക്കുമ്പോൾ 4 × 2 - 1 എന്ന് വരും. ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. അപ്പൊ നമുക്ക് ഇന്ന് എവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയത്? നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് പോയത്. നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ 1/2നെ എന്ത് വിളിക്കാം? പോയിന്റ് ഓഫ് മിനിമ എന്ന് വിളിക്കാം അല്ലെ. പോസിറ്റീവിലേക്ക് പോകുന്നത് മിനിമം പോയിന്റ് ആണ്. പോയിന്റ് ഓഫ് മിനിമ എന്നും മിനിമം വാല്യൂ എന്തായിരിക്കും? മിനിമം വാല്യൂ ഈസ് f(1/2) ആയിരിക്കും. f(x)ന്റെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്? ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ f(x) = 2x - 1 the whole square plus 3. 2x - 1 the whole square plus 3. അതിനകത്ത് xന്റെ വാല്യൂ 1/2 ഇട്ട് കൊടുക്കുമ്പോൾ 0² plus 3 എന്ന് കിട്ടും. 3 is the minimum value of this function and 1/2 is the point of minima. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിന് നമുക്ക് f(x) എന്ന് കൊടുക്കാം. f'(x) = 0 എന്നെടുക്കാം. ലെറ്റ് f(x) = എന്നൊക്കെ പറഞ്ഞ് എഴുതാം. എന്നിട്ട് f'(x)ന്റെ വാല്യൂ വരുന്നത് 18x + 12 ആണ്. is equal to 0. x is equal to
12 by 18 that is minus 2 by 3. 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതാണ് എക്സ്ട്രീം പോയിന്റ് നമുക്ക് കിട്ടിയത്. ഇതിന് എക്സ്ട്രീം പോയിന്റ് ആണോ എന്നൊക്കെ നോക്കാം. എന്തായാലും മൈനസ് 2 by 3 എന്ന പോയിന്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു, 2 ഇന്റർവെൽ എടുത്തു. ഇനി ഈ ഒരു ഇവിടുന്ന് ഒരു പോയിന്റ് എടുത്ത് എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ, എഫ് ഡാഷ് എക്സിന്റെ സൈൻ നോക്കുക. ഇവിടെ നിന്നൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു -1 ഇവിടെ കിടക്കുകയാണ് അല്ലെ. മൈനസ് 2 by 3 എന്ന് പറഞ്ഞാൽ മൈനസ് പോയിന്റ് സംതിങ് ആണ്. അപ്പൊ -1 ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇന്റർവെല്ലിൽ മൈനസ് ഇട്ട് കൊടുത്താലോ എക്സിന്, എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 18x + 12 ആണ്. അപ്പം ഇതിനെ നമുക്ക് -1 കൊടുക്കുകയാണെങ്കിൽ -18 + 12 വരും. നെഗറ്റീവ് സിമ്പൽ ആണ് വരുന്നത്, ഇവിടെ നെഗറ്റീവ് സിമ്പൽ. അതുപോലെ ഇവിടെയോ -2 by 3, -2 by 3 കഴിഞ്ഞിട്ടാണ് 0 ഉള്ളത്. അപ്പൊ 0 കൊടുത്തു നോക്കാം. 0 കൊടുത്തു നോക്കുമ്പോൾ 12 മാത്രം വരും, വിച്ച് ഇസ് എ പോസിറ്റീവ് സിമ്പൽ. ഓക്കെ, അപ്പൊ -2 പോസിറ്റീവ് ആണ് ഇവിടെ വന്നത്. നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ആ പോയിന്റ് എന്താണ്, ലോക്കൽ മിനിമയാണ്, പോയിന്റ് ഓഫ് മിനിമയാണ്. പോയിന്റ് ഓഫ് minima is equal to -2 by 3. Minimum value കണ്ടുപിടിക്കാൻ f of -2 by 3 ആണ് വേണ്ടത്. ഫംഗ്ഷൻ വാല്യൂ f of x എന്ന് പറയുന്നത് 9x² plus 12x plus 2 ആണ്. നമ്മൾ ആ എക്സിന് പകരം -2 by 3 ഇട്ട് കൊടുക്കുന്നു. 9 into -2 by 3 സ്ക്വയർ 4 by 9 plus 12 into -2 by 3 plus 2. That is a 9 cancel ചെയ്ത് പോയി 4. ഇവിടെ cancel ചെയ്യുമ്പോൾ 4 -8 plus 2. That is -2 വരും, which is equal to -2. അപ്പം minimum value -2 and point of minima is -2 by 3.